ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാണ്. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം വിശുദ്ധ മർക്കോസ് പ്രവചനത്തിൽ എഴുതപ്പെട്ട കർത്താവിന്റെ വിശ്വാസവിശേഷം 14-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം. യേശുതമ്പുരാൻ ബഥാനിയയിലെ കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു വെൺകൽ ഭരണി നിറയെ വിലയേറിയ ശുദ്ധനാർദ്യം സുഗന്ധതൈലവുമായി ഒരു സ്ത്രീ അവിടെ വരുന്നുണ്ട്. അവൾ ഭരണി തുറന്ന് അത് അവന്റെ ശിരസിൽ ഒഴിക്കുന്നുണ്ട്. ഈ വചനഭാഗത്തെ കുറിച്ചുള്ള വിശുദ്ധ അഫ്രേമിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: കലശം പൊട്ടിയപ്പോളെ സുഗന്ധം പുറപ്പെട്ടതുപോലെ മനുഷ്യഹൃദയം പൊട്ടുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ പുറത്തു വരിക. കലശം പൊട്ടിയപ്പോഴേ സുഗന്ധം പുറപ്പെട്ടതുപോലെ മനുഷ്യഹൃദയം പൊട്ടുമ്പോഴാണ് ദൈവകൃപ പുറത്തേക്ക് വരുന്നുള്ളൂ. പശ്ചാത്താപ ഹൃദയം, അനുതാപത്തിന്റെ ഹൃദയമാണ് തമ്പുരാന്റെ സന്നിധിയിൽ ഏറ്റവും വലിയ വിലവെടുപ്പുള്ള വഴിപാട്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല എന്ന്. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ പലതരത്തിലുള്ള കലശങ്ങൾ ഇരിപ്പുണ്ട്. ഒന്ന് നമ്മുടെ ഈഗോയാണ്. നമ്മുടെ ഈഗോ, അതുപോലെ തന്നെ നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ അഹങ്കാരം എന്നിവയാകുന്ന കലശങ്ങളെ പൊട്ടിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം. അങ്ങനെ ഈ കലശങ്ങൾ പൊട്ടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, സ്നേഹം, അതുപോലെ തന്നെ കൃപകളെല്ലാം ഇത് ഒരു സുഗന്ധമായി പുറത്തേക്ക് വമിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, കലശം പൊട്ടിയില്ല എങ്കിൽ ഇതൊന്നും പുറത്തേക്ക് വരില്ല. എന്നാൽ നമ്മുടെ സ്വാർത്ഥതയാകുന്ന, ഈഗോയാകുന്ന, അഹങ്കാരമാകുന്ന കലശങ്ങൾ പൊട്ടുമ്പോൾ അതിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ആകുന്ന സുഗന്ധം വ്യാപരിക്കാനായിട്ട് തുടങ്ങും. വീണ്ടും പറയുന്നുണ്ട്, ഇതാ ഒരു തകർക്കപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ കലശങ്ങൾ തകർക്കപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ളിലെ ദൈവാനുഭവം മറ്റുള്ളവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഉള്ളിൽ ഒരു തകർക്കപ്പെടാൻ ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മളിലെ ദൈവാനുഭവം മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളിലെ ചില ഈ കലശങ്ങൾ പൊട്ടിക്കാനായിട്ട് ഈ പ്രഭാതം നമുക്ക് തയ്യാറാകാം. ഈഗോയുടെ കലശം, സ്വാർത്ഥതയുടെ കലശം, അഹങ്കാരത്തിന്റെ കലശങ്ങളെ പൊട്ടിച്ച് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാകുന്ന സുഗന്ധം ഈ ലോകമൊക്കെയിലും വ്യാപരിപ്പിക്കുവാൻ, ക്രിസ്തുവിന്റെ സൗരഭ്യം ലോകമൊക്കെയിലും വ്യാപരിപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.